അപ്പോൾ ഈ ബിസിനസ്സിനെയും ആ ഒരു സീരിയസ്നെസ്സോടുകൂടി നമ്മൾ കണ്ടാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒത്തിരി മാറ്റം വന്നു. ഇപ്പോൾ ഒരു മാസം 8-10 കോടിയൊക്കെ ബിസിനസ് ഉണ്ട്. ബിസിനസ് വോളിയം നോക്കിയാൽ 200 കോടി 500 കോടിയായി 2 ഓർഗനൈസേഷനിൽ. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ പോയാൽ 80 കോടി, അടുത്ത ഡിസ്ട്രിബ്യൂഷൻ 4.5 കോടിയൊക്കെ ആയി. ഞാൻ നേരത്തെ പറഞ്ഞു ഹൗസ് ബോട്ടുകളൊക്കെ ആയി. മാറ്റിക്കും, അതെല്ലാം മാറ്റിക്കും. 2-3 ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ബെൻസ് കാർ 1.5 കോടിയുടെ ബെൻസിലൊക്കെ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നടക്കണം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതിന് വല്ലതും വന്നവനാണോ ഞാൻ? ഒരു 15 കൊല്ലം മുമ്പ് നോക്കിയാൽ ഒരു സൈക്കിളിൽ വെളുപ്പിന് 6:30 ആകുമ്പോൾ മിൽമേ പാൽ കൊടുക്കാൻ വേണ്ടി സ്പീഡിൽ ചവിട്ടിപ്പോകും. ഇത് കൊടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാൻ. അങ്ങനെ തുടങ്ങിയ ജീവിതമാണ് റിസോർട്ടോ. പക്ഷേ ഈ ബിസിനസ്സിനെ ഇത് കിട്ടിയ സമയം തൊട്ട് ഇതിൻ്റെ പവർ മനസ്സിലാക്കി ഒന്നിനു വേണ്ടി ഇതിനെ മാറ്റി വെച്ചില്ല. ആദ്യം 4-5 വർഷക്കാലം മുല്ലയ്ക്ക് ചിറപ്പ് ഞാൻ കണ്ടിട്ടില്ല. കുറേ സുഹൃത്തുക്കളൊക്കെ എനിക്ക് അമ്പലപ്പുഴ കാക്കാഴം പള്ളി പെരുന്നാളൊക്കെ സ്ഥിരമായിട്ട് പോകും. അത് കണ്ടിട്ടില്ല. പല ഉത്സവങ്ങൾ കണ്ടിട്ടില്ല. പല ചടങ്ങുകൾ പോയിട്ടില്ല. വീട്ടിലെ പല ബുദ്ധിമുട്ടുകളുടെ സമയത്ത് നമുക്ക് ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. ഒരു 3-4 കൊല്ലം ത്യജിക്കാൻ തയ്യാറായി. പക്ഷേ 4ാമത്തെ കൊല്ലം തൊട്ട് 2 10 വീണ്ടും മുടങ്ങിയിട്ടേ. ഇന്നും ഇപ്പോൾ ബുധനാഴ്ചയാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും സീലിംഗ് ഇൻകം ഇന്നും വരും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. ഉണ്ടോ? 2,10,000 ഒന്നും തരണ്ട. തരാന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആഴ്ചയിൽ ഞങ്ങൾ പറയുന്നത് തരാം. ഞങ്ങൾ പറയുന്നത് തരാം. ഇറങ്ങി നമ്മുടെ പാർട്ട് വെക്കണം. ഹലോ, നമ്മുടെ ഭാഗം വെക്കണം. ഒരാളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ലോട്ടറി അടിക്കണമെന്ന് പ്രാർത്ഥിച്ചു. എത്ര അടിച്ചാലും പകുതി എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 1 കോടിയുടെ സാധനം എടുത്തേക്കാണ്. ഇവൻ്റെ വിചാരം 1 കോടി ഇട്ട് 50 ലക്ഷം ദൈവത്തിന് കൊടുത്തേക്കാണ്. പക്ഷെ അടിച്ച സെക്കൻഡ് ആയിപ്പോയി, 50 അടിച്ചത്. അപ്പം നൈസായിട്ട് ഇയാൾ വാക്ക് പറ്റി. എന്നാലും ദൈവമേ നീ വലിയവൻ തന്നെ, നിനക്കുള്ള എടുത്തിട്ട് ബാക്കി തന്നല്ലോ. ആ പണി ഇവിടെ പറ്റില്ല. ഹലോ, ആ പണി നമുക്കിവിടെ വെക്കുന്നെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടും വെക്കണം. അല്ലാതെ പുള്ളിയുടെ പലത് നാളെ ആയി കഴിയുമ്പോഴത്തേക്ക് അവർ എടുക്കുന്നുണ്ട് ഫുൾ എഫേർട്ട് ഇട്ടിട്ട് ഈ ബിസിനസ്സിനെ നമ്മൾ ഈ ലോട്ടറിയുടെ കാര്യം പ്രത്യേകിച്ച് വേറെ എങ്ങും പറഞ്ഞില്ല, കേരളത്തിൽ പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു 350 കോടി രൂപ പിരിച്ചപ്പോഴാണ് ഒരാൾക്ക് 25 കോടി ഹലോ കിട്ടുന്നത്. അത്ര വിശ്വാസമാണ്. അത് ഒരു ചേട്ടൻ 76,000 രൂപയ്ക്ക് ലോട്ടറി എടുത്തു. കയറി കിടക്കാൻ വീടുമില്ലാത്തൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. വീട് പണി നടക്കുന്നേ ഉള്ളൂ, തറ പോലും ഇട്ടിട്ടില്ല വർഷങ്ങളായിട്ട്. 76,000 രൂപയ്ക്ക് കഠിനാധ്വാനത്തെക്കാൾ മുകളിൽ ഭാഗ്യത്തിനെ വിശ്വസിക്കുന്ന ഒരു സമൂഹം എവിടെയെങ്കിലും തിങ്ങി പാർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് കേരളമാണ്. സത്യമാണ്. ഞാനും എടുക്കാറുണ്ട് കേട്ടോ ലോട്ടറി, ഇല്ലെന്നല്ല. പലരും കൊണ്ടുവരുമ്പോൾ ഞാൻ എടുക്കും ലോട്ടറി. പക്ഷെ അതൊക്കെ എത്രയോ മേലെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ലോട്ടറി, നമ്മുടെ അധ്വാനം, നമ്മുടെ പവറും അല്ല, നമ്മുടെ എഫേർട്ട്. അതിനെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? 100% നടക്കും. പിന്നെ തുടക്ക സമയത്ത് ഇറങ്ങുമ്പോൾ കുറച്ച് ഫെയിലിയേഴ്സ് ഒക്കെ വരും. കുറച്ച് പേരൊക്കെ കളിയാക്കും. ഈ സക്സസിന്റെ ഒരു ലഹരി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിക്കാം. ലോട്ടറിയെ കുറിച്ച് തന്നെ പറയാം. പണ്ട് ഈ കരുനാഗപ്പള്ളി ഭാഗത്ത് 4 ചെറുപ്പക്കാർ ചേർന്ന് ലോട്ടറി എടുത്തു. എന്നിട്ട് ഒരാൾ വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു, എടി ഞങ്ങൾ 4 പേരും കൂടെ ലോട്ടറി എടുത്തു, ഒരു 100 രൂപ 125 രൂപ ഷെയർ ഇട്ട് ലോട്ടറി എടുത്തു. അപ്പോൾ ഈ ഭാര്യ, അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ല, 100 രൂപ ഉണ്ടായിരുന്ന 2 പാക്കറ്റ് പാലും ഒരു ബ്രെഡും വാങ്ങിക്കരുത്. ഹലോ, ഈ മനുഷ്യനോട് എന്നിറങ്ങി വന്നോ അങ്ങോട്ടല്ല ജീവിതം ഇരുട്ടില്ലാന്ന് പറഞ്ഞ് 1000 രൂപയ്ക്ക് ജോലി ചെയ്താൽ പാവം 100 രൂപയ്ക്ക് ലോട്ടറി എടുത്തൊരു ക്രിമിനൽ കുറ്റം ചെയ്തുള്ളൂ. പക്ഷെ അന്ന് രാത്രി അത് മറക്കില്ല. 3-ാം പൊക്കം പക്ഷെ ദൈവം ലോട്ടറി അടിപ്പിച്ച്. ആർക്ക്? ഇവർക്ക് അടിപ്പിച്ച്. ഈ ലോട്ടറി അടിച്ചതിന്റെ അന്ന് രാത്രി ഇത് അറിഞ്ഞ പാട ഭാര്യ ആദ്യം ഇയാളോട് ചോദിച്ചു, എന്തായാലും ചേട്ടാ എടുത്തതല്ലേ, എന്തിനാ ഷെയർട്ട് എടുത്ത, ഒറ്റയ്ക്ക് എടുത്താൽ പോരാ. സക്സസിന്റെ ലഹരിയെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണം വിജയിക്കുന്നതിന്റെ തലേന്ന് വരെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെല്ലാം കുറ്റപ്പെടും. വിജയിച്ചു കഴിഞ്ഞാൽ കഴിക്കണം. അതുകൊണ്ട് ഇനി ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഈ വിജയം എന്ന് പറയുന്ന സാധനം 100% അവരവരെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളവരാണ്. വേറെ ബാക്കിയൊക്കെ നമ്മൾ അപ്പലീനുണ്ട്, അസോസിയേറ്റ് ഉണ്ട്, ഡീമുണ്ട്, കമ്പനി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഈ ബിസിനസ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. സ്വർണ്ണം നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിയോറിറ്റി ഉണ്ട്. ഒരമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലെ ഒരു പ്രിയോറിറ്റി, ഒരമ്മ കുട്ടിയോട് കാണിക്കുന്ന ഒരു സ്നേഹം. ഇനി കുറച്ചുകൂടെ തീവ്രമായി പറഞ്ഞാൽ, ഞാൻ മിനിഞ്ഞാന്ന് വയനാട് ഒരു ട്രെയിനിങ്ങിന് ഞാൻ പോയിരുന്നു. അപ്പൊ അവിടെ ഞാൻ താമസിച്ച വൈത്തിരി